ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കാനൊക്കെ ആഗ്രഹം പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. നമുക്കൊരു പുഡിംഗ് കേക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഏകദേശം 3/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എല്ലാം മാറ്റം വരും കേട്ടോ. പിന്നെ ഇതെടുത്തിരിക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1/2 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാല് ഒഴിച്ചതിന് ശേഷം നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക, തണുത്തത് എടുക്കാതിരിക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ടയുടെ ആ ഒരു മഞ്ഞ കരുവൊക്കെ പൊട്ടി അതിൻ്റെ കളറൊക്കെ ഇതിലേക്ക് സ്പ്രെഡായി നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുത്തതല്ല, അല്ലാതെ തന്നെ നോർമലായിട്ട് തന്നെ ചേർത്തിരിക്കുകയാണ്. പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പഞ്ചസാര അലിയണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അപ്പോൾ ചെറിയൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരും. ആ മഞ്ഞക്കരുവിൻ്റെ കളറൊക്കെ അതിലോട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഇനി ഒരു പാൻ എടുത്ത് ഗ്യാസിലോട്ട് വെച്ച് നമ്മുടെ ഈ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ആയതുകൊണ്ട് കുറച്ച് നേരം തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൈ എടുക്കാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ കട്ട കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിവിടെ സ്പാറ്റിലാണ് ആദ്യം എടുത്തത്. അതൊന്ന് മാറ്റിയിട്ട് പിന്നെ വിസ്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. വിസ്ക് ആകുമ്പോൾ നന്നായിട്ട് തന്നെ കട്ട കെട്ടാതെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് കുറുകി വന്ന് മിക്സായി കിട്ടും കേട്ടോ. ഈ മിക്സിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് പൊക്കിയെടുക്കുമ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതുപോലുള്ളൊരു കേക്ക് ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേക്ക് ട്രേ തന്നെ വേണമെന്നില്ല, വീട്ടിലുള്ള ഏതോ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് എടുക്കാം. ആ എടുക്കുന്ന പാത്രത്തിൽ ജസ്റ്റ് ഒരു ഗീയോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ഇതിലോട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കും കറക്റ്റ് ആ അരികൊക്കെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം എന്നൊരു നിർബന്ധമില്ല, മാറ്റി വെച്ചാൽ മതി. ഒന്ന് തണുത്ത് നന്നായിട്ടൊന്ന് ആറുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. ഇത് സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആ ട്രേയിൽ നിന്ന് തന്നെ ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ വിട്ട് പോന്നിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് വലിച്ചാൽ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. ആ മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, വലിയ സൈസിലാണ്. നിങ്ങൾക്ക് അതെല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരണം കട്ട് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കിട്ടും. കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എക്സാക്റ്റ് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്ന് പറയില്ലേ, ആ ഒരു ടേസ്റ്റാണ്. പിന്നെ പാലിൻ്റെയും പഞ്ചസാരയുടെയും ഫ്ലേവർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പുഡിംഗ് കേക്ക് അല്ലെങ്കിൽ പുഡിങ് എന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസും ഇല്ലാതെ വീട്ടിലുണ്ടാവുന്ന ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് അടിപൊളി ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. വീട്ടിലൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.